ട്രെയിൻ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുള്ള വരുമാനത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞുമാറി. ഫ്ലെക്സി നിരക്ക് തൽക്കാൽ, പ്രീമിയം തൽക്കാൽ എന്നിവയിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ കണക്കുകളുടെ വിശദാംശങ്ങളാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇവയിൽ നിന്നുള്ള വരുമാനം യാത്രക്കാരുടെ സേവനങ്ങളിൽ നിന്നുള്ള മൊത്തം വരുമാനത്തിന്റെ 5% വരുമെന്ന മറുപടി മാത്രമാണ് കേന്ദ്രം നൽകിയത്. യാത്രക്കാരുടെ ടിക്കറ്റ് ക്യാൻസലേഷനിൽ നിന്നുള്ള വരുമാനത്തിന്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നില്ലെന്നും കേന്ദ്രം മറുപടിയിൽ വ്യക്തമാക്കി. എത്രത്തോളം കൊള്ളയാണല്ലേ ഈ റെയിൽവേ മന്ത്രാലയം നടത്തുന്നത്. സാധാരണ ഞങ്ങൾ മലബാറുകാർക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഉത്സവ സീസണുകളിൽ ട്രെയിൻ ഇല്ലാത്ത അവസ്ഥയുണ്ട്, ഉള്ള ട്രെയിനുകളിൽ കോച്ച് ഇല്ലാത്ത അവസ്ഥയുണ്ട്, സീറ്റുകൾ ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. ഇത്തരത്തിലൊക്കെ ഏത് രീതിയിൽ യാത്രക്കാരെ കൊള്ളയടിക്കാം എന്ന നിരന്തരം ആ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവേഷണം നടത്തുക എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കൈക്കൊള്ളുന്നത് എന്നൊരു ദുഃഖകരമായ മറ്റൊരു വസ്തുത കൂടിയാണ്.